എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ബീം. എന്താണ് ഒരു ബീം? എന്താണ് ഒരു ബീമിൻ്റെ ആവശ്യകത? ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ഭാരത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് ആ വസ്തുവിൻ്റെ സ്ട്രക്ചറൽ ഡിസൈനാണ്. ഇങ്ങനെയുള്ള സ്ട്രക്ചറൽ ഡിസൈനുകളെയാണ് നമ്മൾ ബീം എന്ന് വിളിക്കുന്നത്. ഒരു ബീമിൻ്റെ ആവശ്യകത എന്നാൽ അതിൽ അനുഭവപ്പെടുന്ന ഭാരത്തെ ഈക്വലായി നിയന്ത്രിക്കുക എന്നത് മാത്രമാണ്. അതിനെ സഹായിക്കുന്നത് അതിൽ വരുന്ന സപ്പോർട്ടുകളാണ്. ഇങ്ങനെ ഒരു ബീമിന് പ്രധാനമായും അതിൻ്റെ സ്ട്രക്ചറൽ സപ്പോർട്ടുകളുമാണ് ഉള്ളത്. നമുക്ക് ഇവിടെ ചിത്രത്തിൽ കാണാൻ പറ്റും ഒരു 3 ഡയമെൻഷണൽ ബോഡി. ഈ 3 ഡയമെൻഷണൽ ബോഡിയുടെ സർഫസിന് പാരലലായി കാണുന്ന ഈ ആക്സിസിനെ പറയുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ്. അതുപോലെ തന്നെ ഈ 3D സർഫസിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് കാണുന്ന ആക്സിസിനെ പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് ആക്സിസ്. ഒരു ബീമിൽ എപ്പോഴും അനുഭവപ്പെടുന്ന ലോഡുകൾ ട്രാൻസ്വേഴ്സ് ആക്സിസിലൂടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബീമിൽ അനുഭവപ്പെടുന്ന ഭാരങ്ങളെ അല്ലെങ്കിൽ ലോഡുകളെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് ലോഡുകൾ. ഇങ്ങനെ ഒരു ബീമിൽ ട്രാൻസ്വേഴ്സ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ആ ബോഡിക്ക് വരുന്ന ഡീഫോർമേഷനാണ് തൊട്ടടുത്ത ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടെ സംഭവിക്കുന്ന എന്തെന്നാൽ നമ്മൾ ഒരു ബോഡിയിൽ ട്രാൻസ്വേഴ്സ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡി അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ആ ബോഡിയിൽ ഒരു ഫോഴ്സ് രൂപപ്പെടുന്നു. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഈ ബോഡിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരിധിക്ക് മുകളിലോട്ട് പോകുമ്പോൾ ഈ ബോഡി പൊട്ടുന്നതിന് ഒരു പ്രത്യേക രീതിയിലാണ്. ആ ബോഡി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗം താഴോട്ടും ഒരു ഭാഗം മേലോട്ടുമാണ് പോവുക. ഇങ്ങനെ പോകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഷിയറിംഗ്. അതായത് ഒരു ബീമിൽ ട്രാൻസ്വേഴ്സ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ആ ബോഡിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ മുകളിലുള്ള ഒരു ലോഡ് എത്തിക്കഴിയുമ്പോൾ ആ ഒരു ബോഡി എന്ത് ചെയ്യും? 2 പാർട്ടുകളായി സെപ്പറേറ്റ് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് ഷിയർഡ് ഓഫ്. ഇങ്ങനെ ഒരു ബോഡിയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഷിയറിംഗ് ഫോഴ്സ്.